ആരോടു യാത്ര പറയേണ്ടു ഞാൻ, മാസങ്ങളാണ്ടുകൾ അളന്നളന്നെത്തുമൊരു ബിന്ദുവിൽ. ആൾത്തിരക്കേറുമീ വാഹനം എന്നെയൊരു പാഴ്ചുമടായി. O.N.V. Kurup. Ottaplakal Neelakanthan Velukurup is a pioneer lyricist, poet and professor from Kollam. He was born to O.N. Krishna Kurup and Lakshmi Kuttiyamma in 1931. He published his first poem, Munnota, in 1946 and began his career by being part of KPSC dramas. Bhumiki Oru Charamageetham, Mrigaya and Swayamvaram are some of his noted poems. He has penned about 1,000 songs for hundreds of films. He won the Jnanapith Award in 2007 and was honoured with the Padma Vibhushan by the Government of India in 2011. ഒരു 4 വരി കവിത ചൊല്ലി തുടങ്ങാം എന്ന് വിചാരിക്കുന്നു. ഇല്ലൊരു കുരിശൻ്റെ കുപ്പായത്തിന്മേൽ, എന്നാൽ ഉള്ളിലുണ്ട് അതുപേറും പീഡനം സഹനവും. എൻ ചുമലിലുണ്ടൊരു കുരിശൻ ഭാരം, ഇന്നും എന്മയിൽ ആരോ ചാട്ടവാറ കൊണ്ടടിക്കുന്നു. ഒരു മഹൽ സന്നിധിയിലാണ് ഞാൻ ഇരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു, അല്ല ഞാൻ വിശ്വസിക്കുന്നു. ആ മഹൽ സന്നിധിയിൽ അദ്ദേഹത്തോട് എൻ്റെ ജീവിതാനുഭവങ്ങളെ മുൻനിർത്തി ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയാൻ, അല്ല വെളിച്ചം പകരാൻ ഈ എൻ്റെ എളിയ വസതിയിൽ എത്തിച്ചേർന്ന അദ്ദേഹത്തിൻ്റെ മഹത്വത്തെ ഞാൻ നമസ്കരിക്കുന്നു. അദ്ദേഹം എന്നും എളിയവരുടെ കൂടെ നടന്നവരാണ്. ഞാൻ വളരെയധികം ബഹുമാനിക്കുന്ന ഒരു യഥാർത്ഥ വൈദികൻ്റെ സാന്നിധ്യത്തിലാണ് എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. ആദരണീയനായ തിരുമേനി, ഞാൻ ഒരു എളിയ ചോദ്യം ചോദിച്ചുകൊള്ളട്ടെ. ഈ ഓരോരുത്തരും എല്ലാവർക്കും വേണ്ടി, എല്ലാവരും ഓരോരുത്തർക്കും വേണ്ടി എന്ന മാർക്സിസത്തിൻ്റെ മനുഷ്യസ്നേഹപരമായ ആ വീക്ഷണം ആണ് എന്നെ മാർക്സിസത്തോട് ആകർഷിച്ചത്. ആ വീക്ഷണത്തോട് തിരുമേനിയുടെ മതവിശ്വാസം എത്രമാത്രം പൊരുത്തപ്പെടുന്നു എന്ന് പറയാൻ ദയവുണ്ടാകും. സാറ് ചോദിച്ച ചോദ്യം ഇന്ന് എല്ലാവരും ഉത്തരം പറയേണ്ടതായ ഒരു ചോദ്യമാണ്. ഈ ചോദ്യം എല്ലാവരും പരമാർത്ഥതയോട് അഭിമുഖീകരിക്കുകയാണെങ്കിൽ ഇന്നത്തെ ലോകം സമാധാനവും സന്തോഷവും ആളുകൾക്ക് വളരെ അനുഗ്രഹവുമായി തീരുന്നതാണ്. അതിനുത്തരം, ഈ ചോദ്യം ചോദിക്കുന്നത് ഞാൻ ഉത്തരം പറയാനല്ല, ഉത്തരത്തിനല്ല ചോദ്യത്തിനാണ് വില. എന്നാൽ യേശുക്രിസ്തു പഠിപ്പിച്ച
ആ ഉപദേശത്തിൻ്റെ രത്ന ചുരുക്കമാണ് സാർ ചോദ്യമായി ചോദിച്ചത്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരെന്ന് പറയുന്നവർ എല്ലാവരെയും കരുതുന്നവരാണോ? അവരോരോരുത്തരും എല്ലാവർക്കും വേണ്ടിയാണോ ജീവിക്കുന്നത് എന്നൊന്ന് ആലോചിക്കണമെന്ന് സാർ എന്നെ ഒന്ന് ഗുണദോഷിക്കുകയായിരുന്നു. ഞാൻ ആ ഗുണദോഷം സ്വീകരിക്കുന്നു. ഈശ്വര, ദൈവമേ, എന്നെ സഹായിക്കണമേ ഇത് മനസ്സിലാക്കുവാനും ഇപ്രകാരം ജീവിക്കുന്നതിനും ജീവിക്കാൻ സമൂഹത്തെ പ്രേരിപ്പിക്കുന്നതിനുള്ള കൃപ നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. തിരുമേനി എൻ്റെ ചോദ്യം അതിൻ്റെ ശരിയായ അർത്ഥത്തിൽ ഉൾക്കൊള്ളുകയും അതിന് ഇതിൽ പരം ഇനി ഭംഗിയായിട്ടൊരു മറുപടി പറയാനില്ല. ആ മറുപടി തന്നതിന് ഞാൻ നന്ദി പറയും. ഇനിയും മരിക്കാത്ത ഭൂമി നിന്നാസന്ന മൃതിയിൽ നിനക്കാത്മശാന്തി. ഈ ഭൂമി നമ്മുടെ അമ്മയാണ്. നമുക്ക് ഏറ്റവും കടപ്പാട് നൊന്തുപറ്റ നമ്മുടെ അമ്മയോടാണ്. അങ്ങനെ എത്രയോ അമ്മമാരുടെ അമ്മയാണ് ഈ ഭൂമി. ആ ഭൂമിയോട് നമ്മൾ കാണിക്കുന്ന ക്രൂരതയോർത്തുള്ള ഒരു വിലാപമാണിത്. ഇതിൻ്റെ പേര് ഭൂമിക്കൊരു ചരമഗീതം. ഇനിയും മരിക്കാത്ത ഭൂമി നിന്നാസന്ന മൃതിയിൽ നിനക്കാത്മശാന്തി. മൃതിയുടെ കറുത്ത വിഷപുഷ്പം വിടർന്ന് അതിൻ നിഴലിൽ നീ നാളെ മരവിക്കേ. ഉയിരറ്റ നിൻമുഖത്തശ്രുബിന്ദുക്കളാൽ ഉദകം പകർന്നു വിലപിക്കാൻ ഇവിടെ അവശേഷിക്കയില്ലാരും ഈ ഞാനും. ഇതു നിനക്കായി ഞാൻ കുറിച്ചിടുന്നു. ഇനിയും മരിക്കാത്ത ഭൂമി നിന്നാസന്ന മൃതിയിൽ നിനക്കാത്മശാന്തി. എൻ്റെ കാലത്തൊക്കെ ചെറുപ്പത്തിലൊക്കെ ഞാൻ അത്ര പൈസ ഉള്ള വീട്ടിലൊന്നുമല്ല. സാധാരണ അച്ഛനും അമ്മയും കൂലിപ്പണിക്കൊക്കെ പോകണാണ്. അപ്പോൾ ഞങ്ങളൊക്കെ കളിക്കുന്ന സമയത്ത് ഫുട്ബോൾ കളിക്കണം എന്ന് പറഞ്ഞാൽ ആ ഒരു ചിന്താഗതി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ സാമ്പത്തികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബൂട്ട് മേടിക്കാൻ വരെ കാശൊന്നും ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് ഞങ്ങൾക്ക് കളിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. നന്നായി കളിച്ച് ഇവിടെ വരെ എത്തി. ഇന്ത്യയിലെ ഒരു നല്ല പ്ലെയർ ആവാൻ പറ്റി. പക്ഷേ ഇപ്പോഴത്തെ ജനറേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ സൗകര്യങ്ങളുണ്ട്. പക്ഷേ ഇവിടെയും എത്തുന്നില്ല അവർ.